ക്ലീൻ ചെയ്ത പ്രോൺസിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെപ്പർ പൗഡർ, ഉപ്പ്, ഗരം മസാല ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പ്രോൺസ് ഫ്രൈ ചെയ്തെടുക്കുക. റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം എടുക്കുക, അതിലേക്ക് ഉപ്പിടുക, പിന്നെ പ്രോൺസിൻ്റെ ഹെഡ് ഭാഗമാണത്, അതും ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കുക. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് എല്ലാ സ്പൈസസ് ഇട്ട് കൊടുക്കുക. കഴുകി വെച്ച അരിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരി ഒന്ന് വറുത്തെടുക്കുക. അരി നന്നായിട്ട് വറുത്ത സമയത്ത് നമ്മൾ ഓൾറെഡി തിളപ്പിച്ച വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് റൈസ് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. പ്രോൺസ് ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് ഒനിയൻ ഇട്ട് കൊടുക്കുക. പിന്നെ ഇഞ്ചി, ഗാർലിക്ക്, പച്ചമുളകും ചതച്ചിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ആവശ്യമായ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പെപ്പർ പൗഡർ ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ഒണിയനിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്. പിന്നെ ടൊമാറ്റോ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വെന്ത് വരുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് തിളപ്പിക്കുക. അതിനുശേഷം ഫ്രൈ ചെയ്ത പ്രോൺസ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ കുറച്ച് നാരങ്ങാനീര് ഇട്ടിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുക്ക് ചെയ്ത റൈസ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം മൂടി വെക്കുക ലോ ഫ്ലെയിമിൽ. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള പ്രോൺസ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.